കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷമൊക്കെ ചാനലിനകത്ത് കയറി എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കി വിശേഷം നാളത്തെ വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യും കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന്റെ അവസാനം നമ്മൾ കണ്ടത് വർഷയും ശ്രീകാന്തും കൂടെ ബൈക്കിൽ കയറി പോകുന്ന കാഴ്ച കണ്ടപ്പം സഹിക്കാൻ പറ്റിയില്ല വർഷയുടെ അച്ഛനും അമ്മയ്ക്കും കൂടെ. പെട്ടെന്ന് വർഷയുടെ അമ്മ പറഞ്ഞു, അവള് പോകുന്ന പോക്കണ്ടില്ലേ, അപ്പോഴേ ഞാൻ പറഞ്ഞ ഇവളുടെ മേലൊരു നിയന്ത്രണം വേണമെന്ന്. പറഞ്ഞ അനുസരിക്കോ? ഇപ്പൊ അവൾക്ക് കല്യാണം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, കണ്ടവന്റെ കൂടെ ഊരി ചുറ്റി അവള് നടക്കുന്നേ. സ്റ്റുഡിയോയിലേക്കാന്നും പറഞ്ഞ് വന്നിട്ട് അവൾ ഈ പരിപാടിയല്ലേന്ന് ചോദിക്കും. വാ നമുക്ക് ഇപ്പൊ തന്നെ പോകാം, അവളുടെ പുറകെ പോയി അവളുടെ കള്ളത്തരം കൈയോടെ പിടികൂടണമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വർഷയുടെ അച്ഛൻ പറഞ്ഞു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഇപ്പൊ നമ്മൾ അവളുടെ പുറകെ പോയിട്ട് അവളെ പിടികൂട്ടാൻ വല്ല കാര്യമുണ്ടോ? അത് വലിയ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. അവളുടെ സ്വഭാവം അറിയാലോ, വെട്ടൊന്ന് മുറി രണ്ടെന്നാ എന്തേലും പറഞ്ഞോണ്ട് അങ്ങോട്ട് എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ എന്തൊക്കെയാ കാണിച്ചു വിടുന്ന പറയാൻ പറ്റില്ല. എന്നാലും ഇല്ല, വാ നമുക്ക് സമാധാനം ഉണ്ടാക്കാം, നീ സമാധാനത്തോടെ വരാൻ പറയാണ്. അങ്ങനെ ഭാര്യനും കൂട്ടിക്കൊണ്ട് പോവാ. പിന്നീട് കാണിക്കുന്ന വർഷയെ സ്റ്റുഡിയോ കൊണ്ട് വിട്ടിട്ട് ശ്രീകാന്ത് തിരികെ പോവാണ്. ശ്രീകാന്ത് പറഞ്ഞു, അതെ വൈകുന്നേരം ഇനിയിപ്പം സ്കൂട്ടി തിരികെ കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ട് വീട്ടിൽ വിട്ടോളാന്ന് പറയണം. ശരി കുഴപ്പമില്ല താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ കയറി പോവാണ്. അങ്ങനെ വർഷ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഡബ് ചെയ്യാനായിട്ട് ആരംഭിക്കുവാണ്. അങ്ങനെ ഡബ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് വർഷയുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ അവരെ കണ്ടപ്പോഴും സ്റ്റുഡിയോയില് പുള്ളിക്കാരൻ വിളിച്ച് എഞ്ചിനീയർ പറഞ്ഞു, സാർ കുറച്ച് സമയം നിൽക്കൂട്ടോ, വർഷ ഡബിങ്ങിന് വേണ്ടി കയറിയിരിക്കുക. കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറയാ. അങ്ങനെ വർഷ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരും കേട്ടു വർഷ ഡബ് ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ. ഒരു സീരിയലിന് വേണ്ടിയിട്ടാണ് ഡബ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ വർഷ പറയാ, എന്നാലും എനിക്ക് എന്റെ അച്ഛനും അമ്മേനും ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അവര് പറയുന്ന അനുസരിക്കാതെ നിന്നെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നിന്റെ കൂടെ ഇറങ്ങി വരാനൊന്നും പറ്റില്ല. ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയത് എന്റെ അച്ഛനും അമ്മയാ, അവരെ വേദനിപ്പിച്ചോണ്ട് നിന്നോടൊപ്പം എനിക്കൊരു ജീവിതം ഇല്ലെന്ന് വർഷ വളരെ സെന്റിമെന്റ്സ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ഡയലോഗ്സും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, ഓക്കെ ഡൺ, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണ. അതെ അച്ഛനും അമ്മയും എന്ന് പറയണ. വർഷയുടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് വർഷ പറഞ്ഞു, അതെ എന്റെ അച്ഛനും അമ്മയും ആയിരിക്കണം, ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവരോട് പറയുന്നേ. അല്ല ഒരു പയ്യൻ ഇഷ്ടമാന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ പെണ്ണിന്? അതെ സീരിയലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കും. ഞാനൊക്കെ ആയിരിക്കണം നേരിട്ടെങ്ങാനും എൻ്റെ അടുത്ത് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയണേ ഞാൻ അച്ഛനും അമ്മയുടെ ഒരു കാര്യം നോക്കത്തില്ല, എനിക്ക് ഇഷ്ടമാണോ ഇല്ലയോ അതാ ഞാൻ ആദ്യം നോക്കുള്ളൂ. ഇത് കേട്ടോണ്ട് വർഷയുടെ അച്ഛനും അമ്മ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവരിതെല്ലാം കേട്ടു. അവർക്ക് മനസ്സിലായി തങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇരുന്ന കാര്യങ്ങൾ. ഈ സമയം എഞ്ചിനീയർ പറഞ്ഞു, അതെ അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നേ, വർഷയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, അവരോട് വെയിറ്റ് ചെയ്തിരിക്കോ. ഓ ശരി ശരി ഇപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. വർഷ വന്ന് അവരെ കണ്ടപ്പോ എന്താ രണ്ടുപേരും കൂടെ എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അല്ല കുറെ നാളായാലേ നീ പറയുന്നേ, നിന്റെ ഡബ് സ്റ്റുഡിയോയിലേക്ക് ഞങ്ങൾ വരാറില്ല, അതുകൊണ്ട്. ഓ അതുകൊണ്ട് വന്നാണോ, വാ നിനക്കുള്ള ലഞ്ചൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്, വാ കഴിക്കാൻ പറയാണ്. അങ്ങനെ വർഷേനും കൂടെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന മുറിയിലേക്ക് ചെന്നു. അപ്പോൾ വർഷയ്ക്ക് അടുത്ത് കഴിക്കാനൊക്കെ കൊടുക്കണം, നീ കഴിക്കാൻ പറയാണ്. അല്ല എന്ത് പറ്റി രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയേക്കാന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇത് പതിവുള്ള കാര്യമല്ലോ. ഇത് കേട്ടപ്പോ വർഷയുടെ അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ നിന്നെ കാണാൻ വേണ്ടി വന്ന. അങ്ങനെയല്ല, എന്താ കാര്യം? ഞാൻ നിങ്ങളുടെ മോളാ, എനിക്കറിയാം നിങ്ങളെ, ഒരു കാര്യമില്ല നിങ്ങൾ ഇങ്ങോട്ട് വരത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ആദ്യം കാര്യം പറ. ഇത് കേട്ടപ്പം വർഷയുടെ അമ്മ നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാൻ പറയണം. വർഷ അതെടുത്തിട്ട് കഴിക്കാനായിട്ട് ആരംഭിച്ചു. എങ്ങനെയുണ്ട് കൊള്ളാവോന്ന് ചോദിക്കുകയാണ്. ഫുഡാ? അല്ല ഞാനിവിടെ ചെയ്യുന്ന ആ സീരിയലുകാരൊക്കെ ഈ ഫുഡൊക്കെ മതി, ഇത് തന്നെ ധാരാളം എന്ന് പറയാം. ഇത് കേട്ടത് വർഷയുടെ അമ്മയുടെ മുഖം അങ്ങോട്ട് മാറി. പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് കാര്യം പറ, കാര്യത്തിലേക്ക് വാ, നിങ്ങൾ വെറുതെ വരത്തില്ലെന്ന് എനിക്കറിയാം. പെട്ടെന്ന് വർഷയുടെ അമ്മയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അവര് പറഞ്ഞു, അല്ല നീ എന്ത് പരിപാടി കാണിച്ച് കണ്ടവന്റെ ബൈക്കിന് പുറകെ കയറി, നിനക്ക് നാണമില്ലേ വർഷയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട വർഷ അങ്ങോട്ട് കഴിപ്പം അങ്ങോട്ട് നിർത്തി. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരുന്നേ. പിന്നെ മിണ്ടാതിരിക്കാനോ, അവള് കാണിച്ചാനൊക്കെ ഇതൊന്നും പോരാ, 4 തല്ല അവൾക്കിട്ട് കൊടുക്കണ്ടേ, എന്നിട്ട് ഒരു കൂളായിട്ട് ഇരുന്ന് കഴിക്കുന്ന കഴിപ്പ് കണ്ടില്ലെന്ന് ചോദിക്കാം. അപ്പൊ അതാണ് കാര്യം, എന്നെ കാണാൻ വന്ന വെറുതെ ആയില്ല, എനിക്കറിയാതെ നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന്. ഓ ഞാൻ ഒരാളുടെ ബൈക്കിന്റെ പുറകെ കയറി നോർത്തോണ്ട് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടും പക്ഷേടെ അമ്മ പറഞ്ഞതേ നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണെന്ന് ഓർത്തിട്ട് നീ തലേ കയറി നിരങ്ങാൻ വല്ല കേട്ടോ, നിന്നെ മര്യാദ പഠിപ്പിക്കാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല. ആ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉടനെ ഇവിടെ കെട്ടിച്ചു വിട്ടാൽ മതി എന്നാ ഞാൻ ഏട്ടനോട് പറഞ്ഞ. ഞാൻ ഏട്ടൻ സമ്മതിച്ചോ? ഇപ്പൊ കണ്ടില്ലേ അവള് തോന്നിയാസം നടക്കുന്നേ, എന്തേലും പറഞ്ഞിട്ടുണ്ട് തറുതലായിട്ട് ഇങ്ങോട്ട് വരുകയും ചെയ്യും.
ഞാൻ തറുതല എന്താ കാണിച്ചേ? ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. ഒരാളുടെ ബൈക്കിന് പുറകെ കയറിയെന്ന് എന്താ കുഴപ്പമിരിക്കണേ? പെട്ടെന്ന് വർഷയുടെ അച്ഛൻ ചോദിച്ചു, അല്ല അവൻ ആരാ മോളെന്ന് ചോദിക്കാണ്. അവന്റെ പേരെന്താ, അവന്റെ വീടെന്താ, അവന്റെ ഇതൊക്കെ നിനക്ക് വല്ല അറിയാവോ? ഒരാളുടെ ബൈക്കിന് പുറകെ കയറിയിരിക്കുമ്പോ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേന്ന് ചോദിക്കുക. ആഹാ, അങ്ങനെ വരട്ടെ. അതെ, എന്റെ ഫ്രണ്ടാ, പേര് ശ്രീകാന്ത് എന്ന് പറയാ. അല്ല, നീ എന്തിനാ അവന്റെ ബൈക്കിന് പുറകെ കയറിയത്? അല്ല, അവനുമായിട്ട് നിനക്ക് എന്താ ബന്ധം? നീ അവനോട് എന്തിനാ സംസാരിക്കാൻ പോയത്? ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് വർഷം ഒരു നിമിഷം മിണ്ടാതിരിക്കുകയാണ്. പെട്ടെന്ന് വർഷയുടെ അമ്മ പറഞ്ഞു, അവൾക്ക് പറയാൻ വാക്കുകളില്ല. കണ്ടില്ല ഉത്തരം മുട്ടി അവൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അവളോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൾക്ക് മറുപടി ഉണ്ടോന്ന് നോക്കിയേ. പെട്ടെന്ന് വർഷം പറഞ്ഞു, ഞാൻ എന്തിനാ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെ? ഒരു കാര്യം ചെയ്യാം, അമ്മ ഒരു പേപ്പറും പേരും ഇങ്ങോട്ടിട്ട് ഞാൻ എല്ലാം വിശദമായിട്ടൊരു ഫോം പോലെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് അങ്ങോട്ട് തരാം എല്ലാം അങ്ങോട്ട്. അമ്മയ്ക്ക് സമാധാനമാവുമല്ലോ. അല്ല, നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ഞാൻ പുറത്തൊക്കെ വരുന്ന സമയത്ത് എത്ര ആൾക്കാരെ കാണുന്നു, എത്ര ആൾക്കാരോട് സംസാരിക്കുന്നു. ഞാൻ അവരുടെ ഊരും പേരും നാടും ഒന്നും ചോദിക്കാറില്ലല്ലോ. നിനക്ക് പരിചയമുള്ള ആൾക്കാര്, അതുപോലെ തന്നെ ഇതിപ്പോ എന്റെ പരിചയക്കാരന്, അത്രേ ഉള്ളൂ. അതിനപ്പുറം നിങ്ങളൊന്നും വിചാരിക്കേണ്ടെന്ന് പറയാ. പക്ഷേ നമ്മൾ കേട്ടില്ല അവളുടെ തർക്കുത്തരം. ഇതാ ഞാൻ പറഞ്ഞ ഏട്ടനോട് ഇവളോട് സംസാരിക്കാൻ വരണ്ട. ഇനി ഇവളെ ഈ ജോലിക്ക് വിട്ടിട്ടല്ലേ കാര്യമൊക്കെ, ജോലിക്കേ വരണ്ട. എത്രയും പെട്ടെന്ന് ഇവളെ കെട്ടിച്ചു വിടാൻ നോക്കാൻ പറയാം. വർഷ പറഞ്ഞു, അമ്മ എന്തൊക്കെ വർത്താനം അമ്മ പറയണേ? അമ്മ എന്തറിഞ്ഞിട്ടാ പറഞ്ഞേ? എന്റെ അച്ഛാ, ശ്രീകാന്തനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. വരുന്ന വഴിക്ക് എന്റെ സ്കൂട്ടി ഒന്ന് കേടായിപ്പോയി. ആ സമയത്ത് ഓട്ടോറിക്ഷ ഒന്നും കിട്ടാത്തോണ്ട് ഞാൻ വിളിച്ചാന്ന് പറയാം. അല്ല, എന്നാ പിന്നെ ഞങ്ങളെ ആരും വിളിച്ചാൽ പോരായിരുന്നോ? കാർ എടുത്തോണ്ട് ഞാൻ വരത്തില്ലായിരുന്നു ചോദിക്കാം. അപ്പൊ അച്ഛന്റെ മുഖമൊന്നും എനിക്ക് ഓർമ്മ വന്നില്ല. പെട്ടെന്ന് ശ്രീകാന്ത് അടുത്തുണ്ടല്ലോ, അവനെ അങ്ങോട്ട് വിളിച്ചെന്ന് പറയാം. അവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവൻ എന്നെ അവിടെ കൊണ്ടേ ആക്കി. ഇത്രയേ ഉള്ളൂ. ഇതിനിപ്പോ ഇത്രമാത്രം ഇത്ര ഏഷ്യപ്പെടാതിരിക്കുന്ന എന്താ? ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കാര്യം, നീ ഇങ്ങനെ ഊതി വീർപ്പിക്കില്ലേ? വാന്നും പറഞ്ഞിട്ട് വർഷയുടെ അമ്മേനെ വിളിക്കണം. ഇവൾക്കിട്ടേ വെച്ചിട്ടുണ്ട്, നീ ഇന്ന് വീട്ടിലേക്ക് വരാൻ പറയണം. ദേ അമ്മേ, ഒരു കാര്യം പറഞ്ഞു, ഞാൻ ചെറിയ കുഞ്ഞൊന്നുമല്ല, എനിക്ക് പ്രായപൂർത്തിയായതാ. ഒരാളുടെ ബൈക്കിന് പുറകെ കയറി നോർത്തോണ്ടോ ചുറ്റിക്കറിയുന്നോർത്തോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ എന്നെ ഫ്രണ്ടാന്ന് ഞാൻ പറയുകയും ചെയ്തു അന്ന് പറഞ്ഞൊരു വർഷം അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങ് അകത്തേക്ക് കയറി പോകുമ്പോ വർഷയുടെ അച്ഛൻ ചോദിച്ചു, നീ ഫുഡ് കഴിക്കുന്നില്ലേ? മതി മതി, ഇത് തന്നെ ധാരാളം. ആ കഥയ്ക്കുള്ളത് അമ്മ ഇപ്പൊ തന്നെ തന്നു കഴിഞ്ഞു. ഇനി എനിക്കിത് മതിയെന്ന് പറഞ്ഞ് വർഷം അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയും ചന്ദ്രമതിയും കൂടെ രാവിലെ തന്നെ യോഗ ചെയ്യുവാണ്. അങ്ങനെ യോഗ ചെയ്യാനായിട്ട് ഇങ്ങനെ യോഗയുടെ ഇതൊക്കെ ഇട്ട് പായൊക്കെ ഇട്ട് രണ്ടുപേരും കൂടി ഇരിക്കുവാണ്. അപ്പൊ ശ്രുതിയോട് പറഞ്ഞു, എനിക്ക് യോഗ അത്ര പരിചയമൊന്നുമില്ലെന്ന് പറയണ. അതിനെന്താ, എനിക്കും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഞാൻ കുറച്ചാൾ യോഗ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. യോഗ ചെയ്യുന്ന നല്ലതമ്മേ, മനസ്സിനും ശരീരത്തിനും എല്ലാം നല്ലതെന്ന് പറയണ. ഞാൻ കാണിക്കുന്ന പോലെ അമ്മ കാണിച്ചാൽ മതി എന്ന് പറയാം. അല്ല, ഇന്നലെ ഡാൻസ് ചെയ്തിട്ട് എനിക്ക് ശരീരത്തിനൊക്കെ നല്ല പെയിൻ ഉണ്ടെന്ന് പറയാം. അത് കുഴപ്പമില്ല, ഈ യോഗ ചെയ്യുന്നതോടുകൂടി അതൊക്കെ ഇച്ചിരി മാറിക്കോളും. നമ്മൾ ഡെയിലി യോഗ ചെയ്യണം, നല്ലതാന്ന് പറയണത്. പിന്നീട് ശ്രുതി കാണിച്ചു കൊടുക്കും എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ. ആദ്യം സൂര്യ നമസ്കാരം ചെയ്യുന്ന പോലെ കാണിച്ചു കൊടുത്തോ, എല്ലാം കാണിച്ചു കൊടുക്കുക. അങ്ങനെ ചന്ദ്രമതി എന്ത് ചെയ്യുവാണ്, അതൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ചന്ദ്രമതി ദേഹം അങ്ങോട്ട് വഴങ്ങി വരുന്നില്ല. പിന്നീട് ശ്രുതി പറഞ്ഞതേ, അമ്മ ഇച്ചോടെ സ്ട്രെയിൻ ചെയ്ത് നന്നായിട്ട് ചെയ്യുക, എങ്കിൽ മാത്രം നമ്മുടെ മസിലൊക്കെ ഒന്ന് അഴിഞ്ഞു വരട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രൻ കണ്ടിത്. രവീന്ദ്രൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേനും ചന്ദ്രമതി ഇങ്ങനെ 4 കാലം നിൽക്കുന്ന പോലെ രവീന്ദ്രൻ തോന്നിയത്. രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ, നീക്കിത് എന്ത് പറ്റി? നീ എന്താ 4 കാലം നിൽക്കണമെന്ന് ചോദിക്കണം. പെട്ടെന്ന് ചന്ദ്രമതി ചാടി എഴുന്നേക്കുവാണ്. നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ല, ഞാനിത് യോഗ ചെയ്താന്ന് പറയാ. യോഗയാ? നീയാ? എനിക്കിത് കണ്ടിട്ട് യോഗ ചെയ്യുന്നാന്ന് തോന്നുന്നില്ല. 4 കാലം നിൽക്കുന്ന പോലെ തോന്നിയത്. എന്റെ ദൈവമേ, ആ കയ്യെങ്ങാനും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നീ നിലത്ത് കിടക്കുന്ന കാണാന്ന് പറയാണ് ചങ്കം തല്ലിക്കൊണ്ട്. ശ്രുതി പറഞ്ഞു, അച്ഛാ, ഞാൻ കുറച്ചാൾ യോഗ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം കുറച്ച് യോഗയൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാനത് അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇന്നലെ ഡാൻസ് ചെയ്തിട്ട് അമ്മയ്ക്ക് ശരീരത്തിനൊക്കെ വേദനയാണ് പോലും. അപ്പൊ അതൊക്കെ മാറ്റാണ്ട് യോഗ നല്ലതല്ലേ? ഇതെടുപ്പ് ചന്ദ്രമതി പറഞ്ഞു, അതൊക്കെ ഈ മനുഷ്യൻ വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും എന്റെ മോളെ. ഇങ്ങനോട് പറയാൻ നിൽക്കുന്നേക്കാളും ഭേദം വേറെ ആരുടെയും പറയുന്ന. രവീന്ദ്രൻ പറഞ്ഞു, അതെ എനിക്ക് മനസ്സിലാവും, പക്ഷെ നിനക്കാ മനസ്സിലാകത്തെ. രാവിലെ എഴുന്നേറ്റൊന്ന് നടക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ വരാത്തോളാ. ഇപ്പൊ യോഗ എന്ന് പോലും. എന്ത് പറ്റി നിനക്ക്? ശരീരമൊക്കെ ഒന്ന് എക്സസൈസ് ആണെങ്കിൽ രാവിലെ എൻ്റെ കൂടെ നടക്കാൻ വന്നാൽ മതി. അതൊന്നും നിനക്ക് കഴിയത്തില്ലോ. എന്നിട്ട് അവളിപ്പോ വലിയ ആളും കളിച്ച് യോഗ ചെയ്യുന്നു. എന്താണ് ചന്ദ്രമതിക്ക് അവിടെ ദേഷ്യം വന്നു. നിനക്ക് അസൂയ, അതുകൊണ്ടല്ലേ എന്ന് വെക്കും. എനിക്കെന്താ അസൂയ? നീ യോഗ ചെയ്യുന്നതിന് എനിക്കെന്താ അസൂയ? ഇങ്ങനെയൊക്കെ യോഗ ചെയ്ത് അറിയത്തില്ലാത്ത പല പണിയും ചെയ്തിട്ടെ വല്ല നടുപൊളിക്ക് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ നോക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. നേരം വെളുക്കുന്നതിന് മുമ്പ് ഓരോ കൂത്തായിട്ട് അവൾ ഇറങ്ങിയിരിക്കുന്നു എന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയുന്നതാണ്. ചന്ദ്രമതിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ശ്രുതി പറഞ്ഞു, അച്ഛാ, യോഗയും നല്ലതാന്നൊക്കെ എനിക്കറിയാം മോളെ.
പക്ഷെ ഇവൾക്ക് കൊണ്ടൊന്നും പറ്റുന്ന കാര്യമാണോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ? ഒരു കാര്യം ചെയ്യുക, ഇവൾക്ക് പറ്റിയൊരു കാര്യമുണ്ട്, അതാദ്യം മോൾക്ക് നടത്തി കൊടുക്കാൻ പറ്റുമോ നോക്ക്. എന്താ വെച്ചാ ഇവളുടെ നാക്കുണ്ടല്ലോ, അതാദ്യം ശരിയാക്കാൻ വല്ല മാർഗമുണ്ടോ, വല്ല യോഗയുണ്ടോ നോക്ക്. അവളുടെ നാക്ക് ഇച്ചിരി നീളക്കൂടല, അതെന്തേലും യോഗ ചെയ്തൊന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല അതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു അടി കൊടുത്തിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോവാ. ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വന്നു. ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, അതെ അവിടെ രേവതി കാണും, അവളുണ്ടെങ്കിൽ അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണമെന്ന് പറയാം. രവീന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ താഴേക്ക് ഇന്ന് കഴിഞ്ഞപ്പം രേവതി അവിടെ നിൽക്കുന്നുണ്ട്. രേവതി വെച്ച് അച്ഛനെ അങ്ങോട്ട് പോവാ, എനിക്ക് യൂണിയൻ ഓഫീസ് വരെ പോണം മോളെ. അല്ല ചായ എന്തെങ്കിലും വേണ്ട, ചായ ഒന്നും വേണ്ടെന്ന് പറയണം. അതേ നിന്റെ അമ്മയും അനിയത്തി അവിടെ മോള് യോഗ ക്ലാസ് നടത്തുന്നുണ്ടെന്ന് പറയാം. യോഗ ക്ലാസ്സോ? അതെ യോഗ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഡാൻസ് ചെയ്താൽ ദേഹത്തിന് മൊത്തം വേദനയാണോ, അതുകൊണ്ടാ യോഗ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. എന്തേലും ആവശ്യമുണ്ട് ചിലപ്പോൾ ഒന്ന് വിളിക്കുമായിരിക്കും. മോളൊന്നും കൂടെ കയറി ചെന്നേക്കണമെന്ന് പറയാം. ശരി അച്ഛാ, എന്നാൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ശ്രുതിയും ചന്ദ്രമതിയും കൂടെ വീണ്ടും യോഗ ഒക്കെ ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, ഓ വല്ലാതെ മടുത്തു, ഒരു കാര്യം ചെയ്യാം, എനിക്ക് കോഫി കുടിക്കാൻ തോന്നുന്നുണ്ട്. അവളെ വിളിച്ചൊരു കോഫി എടുത്തോണ്ട് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ട ആൻറ്റി കുടിച്ചോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണേ. പിന്നീട് അവിടെ വന്ന് രേവതിനെ വിളിക്കുകയാണ്. രേവതി ഓടിക്കയറി അങ്ങോട്ട് ചെന്നു. എന്താമ്മ എന്തിനാ വിളിച്ചേ? അതെ മടുത്തു, കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് ഞാൻ പറയാണ്. ചായ എടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിക്കണം. ചായ എടുത്തോണ്ട് വാ, നന്നായിട്ട് എടുത്തോണ്ട് വരണമെന്ന് പറയാം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇനിയിപ്പോൾ ഇത് ഈ യോഗ വേണോന്ന് ചോദിക്കണം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ടെറസിലേക്ക് കയറിപ്പാം. അവിടെ ചെന്നിട്ട് നന്നായിട്ട് ഈ ബ്രീത്തിങ് എടുക്കുന്ന ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാന്ന് പറയണം. അതൊക്കെ നല്ലതാ. ശരി ശരി അന്ന് ബാന്നുമാർ രണ്ടുപേരും കൂടെ പായം കെട്ടിപ്പെറുക്കി നേരെ ടെറസിലേക്ക് പോവാണ്. അങ്ങനെ ടെറസിലേക്ക് പോണ സമയത്ത് അവിടെ ശ്രീകാന്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവര് കയറി വരുന്നുണ്ട്. എന്താമ്മേ ടെറസിലേക്ക് വന്നേ? അതുപോലെ ഞങ്ങൾ യോഗ ചെയ്യാൻ പോവാ. യോഗ ചെയ്യാനോ? ആഹാ അത് കൊള്ളാലോ. അല്ല ഏട്ടത്തേക്ക് ഇതൊക്കെ അറിയാമെന്ന് ചോദിക്കണം, യോഗയൊക്കെ? അല്ല ഞാൻ കുറച്ചാൾ യോഗ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാം. അപ്പം അമ്മേനെയും പഠിപ്പിക്കാന്ന് വെച്ചു. നല്ലല്ലേ ഈ പ്രായത്തിലൊക്കെ യോഗ ചെയ്യുന്നേ? ശരിയാ യോഗയൊക്കെ ചെയ്യണം, ആരോഗ്യത്തിന് നല്ലതാ, മനസ്സിന് നല്ലതാന്ന് പറയാം. അല്ല ഏതാ താഴെ ചെയ്യാതെ പിന്നെ ഇങ്ങോട്ട് കയറി വരുന്നേ? അല്ല താഴെ ഇത്ര സമയം ചെയ്യുന്നുണ്ടായിരുന്നു, ഇനി ഇവിടെ വന്നിട്ട് ചെയ്യാന്നോർത്തു. എന്നാ ശരി നിങ്ങൾ ചെയ്യുക, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് ഫോൺ വിളിച്ചാണ് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി വരുന്നത്. രേവതി ചായയൊക്കെ ആയിട്ടാണ് കയറി വരുന്നത്. അങ്ങനെ ചായ കൊണ്ടുവന്നിട്ട് ചന്ദ്രമതിക്ക് കൊടുത്തിട്ട് ഇന്നമ്മയെന്ന് പറഞ്ഞ് ചായ അങ്ങോട്ട് കൊടുക്കുവാണ്. അങ്ങനെ ചന്ദ്രമതി എന്ത് ചെയ്യുവാണ്, ചായ മേടിച്ചു കുടിക്കാൻ തുടങ്ങുക. ഈ സമയം ശ്രുതി രേവതിയോട് ചോദിച്ചു, നിനക്ക് യോഗ അറിയാമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, യോഗയോ? അവൾക്ക് യോഗ പോയിട്ട് അവൾക്കൊന്നും അറിയത്തില്ല. ആകെപ്പാടെ അവൾക്ക് അറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൂ കൊണ്ട കൊടുത്ത മാല കിട്ടും, അത് മാത്രം അറിയാം, അല്ലാതെ അവൾക്ക് ഒരു പണിയും അറിയത്തില്ല എന്ന് പറയാം. ശ്രുതിക്കാണെങ്കിൽ ഒരു സങ്കടമൊക്കെ വന്നു. കാണാൻ രേവതിനെ ഇങ്ങനെ തന്റെ മുന്നിട്ട് കൊച്ചാക്കുന്നാണെമ്പോൾ ഒരു വിഷമമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും മുഖത്ത് കാണിച്ചില്ല, പ്രകടിപ്പിച്ചില്ല. പിന്നീട് ചന്ദ്രമതി എന്ത് ചെയ്യണം, ആ ചായ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങുവാണ്. ചായ കുടിക്കാൻ പെട്ടെന്ന് അങ്ങോട്ട് നിർത്തി. ഇതെന്താ രേവതി കാണിച്ചുകൊണ്ട് വന്നേക്കെന്ന് ചോദിക്കാം. എന്താമ്മേ ഇതെന്താ, ചായയോ കാപ്പിയോ അതോ ഇതൊക്കെ എന്നെ കഷായമാണെന്ന് ചോദിക്കും. അല്ലമ്മേ ഞാനിത് എടുത്തോണ്ട് വന്നാ, പക്ഷെ അതിനകത്ത് ഇച്ചിരി കുരുമുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ദേഹത്തിന് വേദനയാണെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു ഇന്നലെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തതിന്റെ. അത് നീയാണോ തീരുമാനിക്കുന്നേ? നിന്നോട് ഞാൻ എന്തെടുത്തോണ്ടാ പറഞ്ഞേ? ചായ എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞേ? എന്നിട്ട് അവൾ തോന്നിയാസം കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്നിട്ടോ ഇതിനകത്ത് മധുരം പോലും ഇട്ടിട്ടില്ല. നേരെ ചൊവ്വേ അല്ലമ്മ മധുരം ഇട്ടിട്ടുണ്ട്, മധുരം കുറച്ചേ ഇട്ടിരിക്കണേന്ന് പറയാം. പിന്നെ എനിക്ക് മധുരം വേണോ വേണ്ടേ ഞാനല്ല തീരുമാനിക്കുന്നേ, എനിക്ക് ഷുഗർ ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞ് ചന്ദ്രമതി ഭയങ്കരമായിട്ട് രേവതിയോട് കിടന്ന് ദേഷ്യപ്പെടുക. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടില്ല, ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ, ഷുഗർ കൂടുമെന്ന് പറയാം. അതെ അങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ ഭർത്താവിനോട് പോയി പറ ദേഷ്യപ്പെടുന്ന അവന് ഷുഗർ ഉണ്ടാവുന്നത്. കാരണം നിന്റെ ഭർത്താവിനാണല്ലോ എന്നെക്കാളും ദേഷ്യം കൂടുതൽ. ശരി അമ്മ ഞാൻ പോയി പറഞ്ഞോളാം, അദ്ദേഹം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങും. എനിക്ക് കുറെ പണിയുണ്ട് അടുക്കളയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ്. ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല രേവതിയെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. ചന്ദ്രമതി എന്ത് ചെയ്യാണ്, രേവതിയെ സ്റ്റെയർ ഇറങ്ങി അങ്ങോട്ട് താഴേക്ക് പോകാൻ തുടങ്ങിയതും ചന്ദ്രമതി ആ ചായ ഒറ്റ ഒഴുക്കിയായിരുന്നു അങ്ങോട്ട്. കൃത്യം രേവതിയുടെ മുഖത്തും കഴുത്തേലേക്കും കൂടെ അങ്ങോട്ട് വീണു. ശ്രുതി പോലും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോയി. ആന്റി എന്താ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതിയും പ്രതീക്ഷയില്ല അത് രേവതിയുടെ മേത്തേക്ക് വീഴുമെന്ന് മുഖത്തേക്കൊന്നും വീഴുമെന്ന് പ്രതീക്ഷയില്ല. ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോവാ. പെട്ടെന്ന് രേവതി എന്ത് ചെയ്യുവാണ്, ആ സാരി തലപ്പ് കൊണ്ട് അതൊക്കെ അങ്ങോട്ട് തുടച്ചു. രേവതിക്ക് സങ്കടവും ദേഷ്യമെല്ലാം ഒരുമിച്ച് വന്നു. രേവതി അങ്ങോട്ട് കയറി വന്നു. കയറി വന്നിട്ട് അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ നിന്നെ കണ്ടില്ല, ഞാൻ പെട്ടെന്ന് ഒഴിച്ചപ്പോൾ നിന്റെ മേത്തേക്ക് വീണതാ. അതെ
അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അമ്മ എന്തിനാ അത്രയും കാപ്പി അത് വേസ്റ്റ് ആക്കി കളഞ്ഞേ? ഇവിടെ ഈ സാധനത്തിനൊക്കെ ഇത്ര ഈ വിലയുള്ള സമയത്ത് ഇങ്ങനെ വേസ്റ്റ് ആയി കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കോ? ഓ, നീയാണല്ലോ എന്ന് വെച്ചാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. അതെ, ഞാനല്ല, എന്റെ ഭർത്താവാ നോക്കുന്നേ. എന്റെ ഭർത്താവ് ഇവിടെ അധ്വാനിച്ചു കൊണ്ടിരുന്നതുകൊണ്ടായി ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പേരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സാധനം വേസ്റ്റ് ആക്കുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. ശ്രുതിയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ചന്ദ്രമതിയുടെ നാവടഞ്ഞു പോയി. പിന്നീട് ചന്ദ്രമതി ഓ, അത്രയ്ക്ക് വലിയ ഇതാണോ നിനക്കെന്ന് പറയണം. രേവതി പറഞ്ഞു, അതെ, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുത്. പറഞ്ഞേക്കാം, വേണ്ടെങ്കിൽ അവിടെ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് തൂത്തുടച്ച് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരുന്നത്. ശ്രീകാന്ത് ഈ കാഴ്ച കണ്ടു. പെട്ടെന്ന് ശ്രീകാന്ത് കണ്ടു കഴുത്തെ കൂടെ എല്ലാം ചായയിൽ ഒളിച്ചിറങ്ങുന്നുണ്ട്. ഇത് കണ്ടത് ശ്രീകാന്ത് അങ്ങോട്ട് വരുവാണ് ചന്ദ്രമതി അടുത്തേക്ക്. ചന്ദ്രമതി ശ്രുതി ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടേന്ന് അറിയാതിരിക്കുക, എന്താ പറയണ്ടേന്ന് അറിയാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ആഴ്ചത്തിലെ പ്രൊമോ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നല്ല നല്ല വിശേഷങ്ങൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്ന രേവതിയുടെ സച്ചിയുടെ പ്രണയമൊക്കെയാണ്. അവർ രണ്ടുപേരും ഒന്നാവുന്നുണ്ട്. അവരുടെ ആദ്യരാത്രിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിക്ക് നല്ല പണിയും കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ അതോടൊപ്പം തന്നെ അബിയുടെ ജാനകിയുടെ കഥയും കൂടെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇടാവോന്ന്. അപ്പൊ അത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണുന്നവര് മറക്കാതെ അത് കാണാനും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.